ഇന്ന് നമുക്ക് വെറും 10 മിനിറ്റിൽ എങ്ങനെ കുക്കറിൽ ഒരു മുട്ടക്കറി തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു അര ടീസ്പൂണ് വലിയ ജീരകം ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ കുരുമുളക് ഒരു അര ടീസ്പൂണ് ചതച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഒരു 2 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു തക്കാളി, പിന്നെ ഒരു പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം പാട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് മുട്ട സെപ്പറേറ്റ് ആയിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിലേക്ക് ഒരു കുഴിയുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിലുള്ള കോഴിമുട്ട വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ട് ഒരു 2 വിസിലിൽ ഇത് വേവിച്ചെടുക്കാം. അങ്ങനെ 2 വിസിലിന് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത മുട്ട തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റും പാടെ നമ്മൾ തീ കത്തിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ.